ജനകൻ ദശരഥനോട് തൻ്റെ 4 പുത്രിമാരെ ദശരഥൻ്റെ 4 പുത്രന്മാർക്ക് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞതനുസരിച്ച് വസിഷ്ഠൻ, സദാനന്ദൻ, കൗശികൻ എന്നീ മഹർഷിമാർ കൂടിയാലോചിച്ച് മുഹൂർത്തം നിശ്ചയിച്ചു. കല്യാണ മണ്ഡപവും തീർത്തു. ആദ്യം തന്നെ ശ്രീരാമൻ്റെ മഹനീയതയ്ക്ക് യോജിച്ച മണ്ഡപത്തിൽ വെച്ച് ശ്രീരാമന് വൈദേഹിയെ നൽകുന്നു ജനകമഹീന്ദ്രൻ. ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും മുനീന്ദ്രാദികളും ഏതൊരു പാദതീർത്ഥം ശിരസിലണിഞ്ഞാണോ സുഹൃതം നുകരുന്നത്, ആ പാദതീർത്ഥം ശിരസിലണിഞ്ഞ് ജനകൻ ഉൾപ്പുളകമണിഞ്ഞു. ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി എന്നീ കന്യകമാർ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ പത്നിമാരാവുകയും ചെയ്തു. ഉഴവു ചാലിൻ്റെ മധ്യത്തിലാണ് സീതയെ കണ്ടത്. ജ്ഞാനിയായ നാരദൻ ഒരു ദിവസം ജനകനെ സന്ദർശിച്ചുകൊണ്ട് സീതയെക്കുറിച്ച് പറഞ്ഞതെന്താണെന്നാണ് ജനക മഹാരാജാവ് ഇനി വിവരിക്കാൻ പോകുന്നത്. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ, പുഷ്പബലങ്ങൾ തൂക്കി, നാനാ രത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി, രത്നമണ്ഡിത സ്വർണ പീഠവും വെച്ചു ഭക്ത്യാ. ശ്രീരാമ പാദാംബോജം കഴുകിച്ചനന്തരം ബിരിദുന്ദുഭി മുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂതശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണ കുമാരനും കാമ്യാംഗിമാരാം ശ്രുത കീർത്തിയും മാണ്ഡവിയും. ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തം എല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി
കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനം.